പക്ഷേ നീ ഇപ്പഴും കാല കളിച്ച് കിടക്കുകയാണ്, നിനക്ക് ജോലിയൊന്നും ആയില്ലേ? അപ്പോൾ ഹാങ്കറിങ് അപ്പറ്റൈറ്റിൻ്റെ പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രണ്ട് യുവ ഓണ്ടർപ്രണേഴ്സാണ്, ഗോകുൽ, രാഹുൽ. അപ്പോൾ വെൽക്കം ബോത്ത് ഓഫ് യു. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹായ്, എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ രാഹുൽ. ഞങ്ങൾ സൈപ്പൈ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു IT ഫേം റൺ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ കാണുമ്പം ആദ്യം ചോദിക്കുമെന്ന് വിചാരിച്ചത്, ഞാൻ ഈ സൈപ്പൈ ടെക്നോളജീസ് എന്ന പേര് ഇതാരാണ് കണ്ടെത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തത്, പക്ഷെ ഗോകുലാണ് ആ പേര് കണ്ടുപിടിച്ചത്. ശരിക്കും എല്ലാവരും സിപ്പി, സ്പൈസി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് വരുന്ന പ്രധാന കോളുകൾ. ഞാൻ വായിച്ച ആദ്യം ഞാൻ വിചാരിച്ചു സൈക്കോ അങ്ങനെ എന്തെങ്കിലും സരിയു. ഞാനോട് ഇതിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ കുറേ സമയം എടുത്ത് വായിക്കാൻ. ഈ കറക്റ്റ് ആ ഒരു ഈ സ്പെല്ലിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ ആദ്യം നോക്കിയിട്ട് ഞാൻ ഇവനെ വിളിച്ചു, എൻ്റെ കൂടെ ആ പയ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്തുവാണ് കറക്റ്റ് ഇതിൻ്റെ പേര്? അപ്പോൾ അവൻ പറഞ്ഞു തന്നെ സൈപ്പൈ ആണെന്ന്. പക്ഷേ ഇത് പഠിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു. ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് വരും ചേട്ടാ, എല്ലാവരും ചോദിക്കുന്നത് ഇത് സ്പൈസി അല്ലേ, സ്പൈസി ടെക്നോളജീസ് അല്ലേ, അങ്ങനെ പ്രധാനമായിട്ട് വരുന്നത്. ശരിക്കും നമ്മൾ സയൻസിൻ്റെ പൈത്തണിൻ്റെ PY അതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് വിത്ത് പൈത്തൺ എന്നാണ്. ഞങ്ങൾക്കിതൊരു ബ്രാൻഡ് ആക്കണമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഞങ്ങൾ ആ ഒരു പേര് ചൂസ് ചെയ്തത്. പിന്നെ AI-ക്കകത്തുള്ളൊരു AI ബേസ് ചെയ്തൊരു ലൈബ്രറിയാണ്, മെഷീൻ ലേണിംഗിൽ വരുന്നൊരു ലൈബ്രറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അത് തന്നെ അവിടുത്തെ ഒരു ട്രെൻഡിങ് ആവട്ടെ എന്നുള്ള രീതിയിൽ അത് തന്നെ ചൂസ് ചെയ്തത്. ആവട്ടെ, ആവണമല്ലോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് നാൾ കൊണ്ടൊരു കമ്പനി റൺ ചെയ്യുന്നു, നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾ ഈ ഒരു തലമുറയിൽ ഇങ്ങനത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ ഒരു കമ്പനി റൺ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അപ്പം നിങ്ങളുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ വരുന്ന തലമുറയിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് ഒന്ന് പറയാം. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമായിട്ട് കാണുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, പക്ഷെ എല്ലാവരും കറക്റ്റ് അവർക്ക് വേണ്ട ഒരു തൊഴിലിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇത് കാരണം അവരുടെ കോൺഫിഡൻസ് പോകുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൺപിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമ്മളെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം. കാരണം ഇവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലവസരങ്ങളില്ല. അവസരങ്ങളുണ്ടെങ്കിലും അത് എങ്ങനെ എത്തിപ്പെടും? ഇപ്പം ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഒരുപാട് പേരെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ഈ അഭിരുചിക്ക് അനുസരിച്ചിട്ട് അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, ഏതൊക്കെ രീതിയിൽ അവർക്ക് അവരുടെ സ്കില്ല് അവരുടെ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു അറിവ് അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാലറിയാണ് ഒരു വിഷയം. ഇപ്പം നമ്മളൊരു IT സെക്ടർ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സാലറി കിട്ടാൻ പോകുന്ന ചേട്ടൻ അറിയായിരിക്കുമല്ലോ, ഞാനിപ്പോൾ അതിലൂടെ പറയുന്നില്ല. അപ്പം അതും ഒരു വിഷയമാണ്. അപ്പം എല്ലാവരും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണ്. ഇപ്പം ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും ഈസി അല്ല. ഇപ്പോഴത്തെ ഒരു രീതിയിൽ കോമ്പറ്റീഷനും ഹൈ ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ അനുഭവിക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റും അത് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെയാണ്. ഇത് കൂടാതെ വേറെയും കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ ജോലിയില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ ഇതെല്ലാം ഇങ്ങനെ പോയിന്റ് ചെയ്യുമ്പോഴാണ് അവർക്കതൊരു ഡിപ്രഷനും പ്രഷറുമായിട്ട് മാറുന്നത്. പക്ഷെ അവരൊന്നും മനസ്സിലാക്കുന്നില്ല. അവരെങ്ങനെയായിരുന്നു, അവരെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു അതിനും താഴെ ആണെങ്കിൽ തന്നെ അവരാദ്യം കല്യാണം കഴിച്ചു, സെറ്റിലായി, പിന്നീടാണ് അവരുടെ ജീവിതം ഗ്രോ ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ എല്ലാ കോമ്പറ്റീഷനെയും ഫേസ് ചെയ്ത് ഇതിനകത്ത് നിന്ന് ഫയറായി കയറി വരണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറയാണ്. അല്ലെങ്കിൽ ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മൾ തന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ തന്നെ നാട്ടിലിറങ്ങിയാൽ എന്താ PSC എഴുതുന്നില്ലേ, ജോലി കിട്ടിയില്ലേ, ബിസിനസ് ഇനി എത്ര വർഷം കൂടെ കാണും, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഈ പ്രഷറും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു ബിസിനസ് ചെയ്ത് അത് വിജയിച്ചില്ലെങ്കിൽ അവന്റെ കാര്യം കഷ്ടമാണ്. അവന് വിജയിക്കുന്നതിലുപരി സംഭവം എന്ന് വെച്ചാൽ ബിസിനസ് ചെയ്യുമ്പോഴേ പൊളിഞ്ഞു എന്നാണ് എല്ലാവരും തുടങ്ങണ്ട. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇട്ടപ്പോൾ ചോദിക്കും പൊളിഞ്ഞല്ലേ, ഇതാണ് ചോദിക്കണം. ഇപ്പം കമ്പനി ഉണ്ടോ, ഏത് സ്ഥലത്ത് നമ്മൾ സ്ഥലം മാറുന്നതായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് നമ്മൾ സാധനമൊക്കെ കെട്ടിപ്പറക്കി വേറൊരു സ്പേസിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ അപ്പോഴെ തന്നെ ബന്ധുക്കളുടെ ഇടയിൽ സംസാരം, കമ്പനി കഴിഞ്ഞു, ക്ലോസ് ആയി. ഇതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പണ്ടുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അവർ വളരെ സ്ട്രഗിൾ ചെയ്തായിരിക്കും കയറി വന്നിട്ടുള്ളത്. പക്ഷെ അവർ വിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്ന അവരുടെ ഒരു കാലഘട്ടം വരുമല്ലോ, അവർ അതിൽ നിന്നാണ് ഇപ്പോഴത്തെ കുട്ടികളെ ചിന്തിക്കുന്നത്. ഈ വിൻ ചെയ്ത ആ കാലഘട്ടം തൊട്ട് ഈ കുട്ടികൾ വരണമെന്നുള്ളത് അത് നടക്കില്ല. അവർക്കും ഒരു സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടാവും, അവരും കയറി വരാൻ ടൈം എടുക്കും. പക്ഷെ ആ ഒരു ടൈം
ഇപ്പോഴത്തെ തലമുറ ആൾക്കാർ ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് അത്ര കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അതെ അതെ ശരി. കോമ്പറ്റീഷൻ ഇപ്പോഴത്തെ തലമുറ ഫേസ് ചെയ്യുന്നതിന് 1% അവർ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇപ്പം ടെക്നോളജി മാത്രമല്ല, ഇപ്പോൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നമുക്ക് 1000 പ്രൊഫൈൽ മിനിമം 1000 പ്രൊഫൈൽ നമുക്ക് എന്താ ഷോർട്ട് ലിസ്റ്റ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പണ്ട് ഇവിടുന്ന് ഗൾഫിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാന്നുള്ളത് 10ാം ക്ലാസ്സും ഗുസ്തിയായിരിക്കും. ഇതും പോയി അവിടെ ചെന്നിട്ട് കട്ട ചുമക കോരി ആദ്യം മറ്റേ സിമന്റ് എന്നുവെച്ചാൽ വളരെ സ്ട്രഗിൾ ചെയ്തായിരിക്കും. അത് കഴിഞ്ഞ് അവർ ആ 10-20 വർഷം സ്ട്രഗിളിങ് കഴിഞ്ഞിട്ടായിരിക്കും അവർ ചിലപ്പോൾ ഒരു മാനേജിങ് പൊസിഷനിലൊക്കെ എത്തി വളർന്ന് സെറ്റ് ആവണം. പക്ഷെ അവർ ആ സാധനമൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്ന അവർ ഇപ്പം നിൽക്കുന്ന മാനേജിങ് പൊസിഷനിൽ എൻ്റെ മകൻ വന്ന് നിൽക്കണം. അത് അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ പുതിയതായിട്ട് വരുന്നവർ കട്ട ചുമക്കേണ്ട കാര്യമല്ല. ഇവിടെ ബംഗാളികളുണ്ട് കട്ട ചുമക്കാൻ. അപ്പൊ അതുകൊണ്ട് അവരതും ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ IT പഠിച്ചിട്ട് ഒരാൾ ഫസ്റ്റ് സ്ട്രഗിളിംഗ് സ്റ്റേജിൽ അവന് കിട്ടുന്ന 8,000 ശമ്പളം ഇരിക്കും. പക്ഷെ ആ 8,000 ശമ്പളത്തിന് വർക്ക് ചെയ്യാൻ മക്കളെ വിടാൻ താല്പര്യം കുറവാണ്. 50,000 സാലറി ഉണ്ടെങ്കിൽ വിടാം. എങ്ങനെ ശരിയാവും? എല്ലാ സ്ഥലത്തും സ്ട്രഗിളിംഗ് ഇല്ലാതെ ആരും കയറി വരില്ല. അതാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ട് ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതിന്റെ മെയിൻ പ്രശ്നം. പറഞ്ഞാൽ ആദ്യം അവരെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു വഴിയെങ്കിലും അവർ കുറിയെ കൊടുക്കുക. അല്ലെങ്കിൽ അവരെ കമ്പാരിസൺ ഉണ്ടല്ലോ, കമ്പാരിസൺ ആണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതോ ഒരു റീലിന് ഞാൻ കണ്ടതാണ്, മത്തം കുത്തിയ അവകാടം മുളയ്ക്കില്ലല്ലോ, അതാണ് അവസ്ഥ. ഇത് പക്ഷെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മനസ്സിലാവില്ല. ആർക്ക്? ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അല്ല, ഇത് സംഭവം ഇതാണ് കുഴപ്പം. നമ്മളെ മക്കളെ പ്രഷറൈസ് ചെയ്യാണ് അവരറിയാതെ. എന്നുവെച്ചാൽ ഇപ്പം മോൻ വന്നിട്ട് പറയണം എനിക്ക് ഇത്ര സാലറി ഉള്ളൂ, കുറച്ച് ഈ സാലറിയിൽ നമ്മൾ അപ്പം അവരപ്പോഴും ചിന്തിക്കുന്നത് ഈ സാലറിയിൽ എങ്ങനെ എൻ്റെ മോൻ വർക്ക് ചെയ്താൽ ശരിയാവും. പക്ഷെ അതങ്ങനെയല്ല. ആ സാലറി തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ അതിനുള്ള ഒരു ക്ഷമ കൊടുക്കൂല. ചിലപ്പോൾ ആ കാൻഡിഡേറ്റ് ഓക്കെ ആയിരിക്കും, അതായത് ആ കുട്ടി അത് ഓക്കെ ആയിരിക്കും അത് ചെയ്യാം. പക്ഷെ ഇതുപോലെ പല ഫാക്ടേഴ്സ് അയാളെ അഫക്ട് ചെയ്യുന്നുണ്ട്. പാരന്റ്സിന്റെ പ്രഷർ, പിന്നെ നാട്ടുകാർ ചോദിക്കില്ലേ, ജോലിക്ക് അടുത്ത ചോദ്യം ഇതാണ്, എത്ര ഉണ്ട് സാലറി? ഇങ്ങനെ 8,000 എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ഇപ്പോഴത്തെ സമൂഹത്തിൽ അവർക്കതൊരു കുറവായിട്ട് വരാം. പിന്നെ മാരേജ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഇപ്പം അറിയാലോ കേട്ടോ, ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പം ആപ്പിലാണെങ്കിൽ പോലും നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ അതിനകത്ത് കാണിക്കും 4 lakh to 7 lakh എത്ര ഡിജിറ്റ് സാലറിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പം ഇങ്ങനെ എല്ലാത്തിനും ഡിമാൻഡാണ്. അപ്പം ഇത് കാണുന്ന പുരുഷന്മാരാണ് പൊതുവേ ഉള്ള നമ്മുടെ ജനറേഷനിൽപ്പെട്ട ആൾക്കാർ. ഇത് കാണുമ്പോഴേ അവരെ മൈൻഡ് സെറ്റ് ആക്കും, ഇതാണ് നമ്മളെ റേഞ്ച് ഓഫ് സാലറി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ, ഇതാണ് നമ്മളെ സെറ്റിൽമെന്റ്. ഈ പറഞ്ഞ മാട്രിമോണി എടുക്കുന്നു, ആനുവൽ ഇൻകം ഇത്ര വരെ. കൊള്ളാം, ഇവനാകുമ്പോ പിന്നെ പേടിക്കണ്ട. ഇപ്പൊ ഞാൻ പൊതുവെ പറയുന്നില്ല, ചില പെൺകുട്ടികൾ ഈവൻ കൺട്രി പ്രിഫറൻസ് പോലെ ഇപ്പൊ വെക്കാറുണ്ട്. ഇപ്പൊ ഇന്ത്യ എന്ന് മാത്രം വെക്കുന്നില്ല, USA, UAE. അപ്പൊ ഇതൊക്കെ കാണുന്ന നമ്മളെ യുവതലമുറയിൽപ്പെട്ട ആൾക്കാർ ഒരുപാട് പയ്യന്മാരൊക്കെ പറയാറുണ്ട് നമുക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല, സിംഗിളാണ്. കാരണം റീസൺ ഇതൊക്കെയാണ് അവര് കാണുന്ന, ഇതൊക്കെയാണ് ഡേറ്റ്. പക്ഷെ എന്നാലും എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊന്നല്ല. നമ്മൾ ഈ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മളെ നാട്ടിൽ നമ്മൾ പഠിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പം ഞാനായാലും നിങ്ങളായാലും പഠിച്ചു വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാക്ടിക്കൽ സെഷൻ കിട്ടി പഠിക്കുന്നവരല്ല. നമ്മൾ മറ്റേ ബുക്കിലൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന സാധനം പഠിച്ചു വന്നു. നമുക്ക് അതിനെക്കുറിച്ച് അറിയാമോ, നമുക്ക് അതിനപ്പുറം അറിഞ്ഞു. അപ്പം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലേ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബുക്കിഷ് ആണല്ലോ. അതായത് ഞങ്ങളിപ്പോൾ ബിടെക് ഗ്രാജുവേറ്റ്സ് ആണ്, ഞങ്ങൾ 4 വർഷം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ പഠിച്ചത് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കും അറിയത്തില്ല. ഇത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് പഠിച്ചതിന് ശേഷം പുറത്തിറങ്ങി നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഫൊറിയർ ട്രാൻസ്ഫോം പഠിക്കുന്നുണ്ട് മാത്സിൽ. അപ്പൊ അത് പഠിച്ചിട്ട് എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അതേസമയം ഞാൻ വർക്ക് ചെയ്തപ്പോൾ, ഞാൻ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ വർക്ക് ചെയ്തപ്പോൾ അതിലാണ് ഈ കംപ്ലീറ്റ് അൽഗോരിതം, അല്ലെങ്കിൽ അതിന്റെ അൽഗോരിതത്തിന്റെ മാത്തമാറ്റിക്സ് ഫുൾ ഫൊറിയർ ട്രാൻസ്ഫോം ആണെന്ന് ഞാൻ സ്വന്തമായിട്ട് തിരിച്ചറിയാണ് ചെയ്തത്. എനിക്ക് അതെ, ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ പഠിച്ചാലും അതിന്റെ ഒരു ആപ്ലിക്കേഷൻ കേസ് വരുന്നത് മുന്നോട്ട് പോകുമ്പോഴാണ്, ജോലിയിലോട്ട് പോകുമ്പോൾ അത് വളരെ വൈകിയേ നമുക്കത് മനസ്സിലാക്കാനും പറ്റുള്ളൂ. നമ്മൾ ഇതായിരുന്നല്ലോ അന്ന് പഠിച്ചത്, ഇതാണ് സംഭവം, ഇതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയട്ടെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി
ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. ഈ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമുക്ക് AI ഉണ്ടല്ലോ. AI-ക്കകത്ത് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഉണ്ട്. അപ്പൊ ഈ അൽഗോരിതത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഈസിലി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കാരണം ഈ ബ്രെയിനിനകത്തുള്ള ന്യൂറോൺ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ അനലോഗസ് ആയിട്ട്, അതായത് അതിനെ സിമിലർ ആയിട്ടാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂറോണിനകത്ത് ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി ഇതൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് ഈ പ്രോസസ് ഒക്കെ നടന്ന ഒരു സ്റ്റിമുലസ് നമ്മുടെ സെറിബ്രത്തിൽ പോയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്, ആക്ടിവേഷൻ കിട്ടുന്നത്. ഇതേപോലെയാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇന്ന് കാണുന്ന AI-യുടെ ഓരോ അൽഗോരിതം ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇതിപ്പോ രാഹുൽ പറയുന്നതനുസരിച്ചിട്ട് രാഹുൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ രാഹുൽ ചെയ്തപ്പോ മനസ്സിലായി. പക്ഷെ അന്ന് മുതലേ ഇത് വെച്ചിരുന്നെങ്കിൽ ഞാനൊരു സിലബസ് തന്നെ ഒരു സ്കൂളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. ടെക്നോളജി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ടെക് എബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിന് വേണ്ടി ഞങ്ങൾ തന്നെ കൊടുത്തിരുന്നു. അതിനകത്ത് ഞങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിലുള്ള ബയോളജിയിലെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ കൂടെ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ സ്റ്റഡീസ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നേ പഠിക്കുകയാണ് കുട്ടി. ഇതായിരുന്നു AI, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള അൽഗോരിതം, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ബ്രെയിനിൻ്റെ ടെക്നോളജി ബേസ് അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിൻ്റെ വർക്കിംഗ് അനുസരിച്ചിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പോഴേ അവിടെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ എല്ലാവരും സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിന് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള നോളജിനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നാരും പഠിപ്പിക്കുന്നില്ല. അതാണ് ബേസിക്കലി ഇപ്പൊ നമ്മളെല്ലാവരും 10th plus 2 ഒക്കെ പഠിച്ചു വരാം. ഔട്ട് ഓഫ് സിലബസ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പറയാം ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണോ. പ്രോബ്ലം അറിയാന്നുള്ളവർക്ക് അത് ടഫ് ഇല്ല, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ബിടെക് പഠിക്കോ അല്ലെങ്കിൽ എന്ത് ഡിഗ്രി എടുത്ത ഒരാളാണെങ്കിലും ബേസിക് ആയിട്ട് ഒരു കൺസെപ്റ്റ്, ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ അത് ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കി തരുന്നുണ്ട്, പക്ഷെ റിയൽ ലൈഫിൽ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു സിവിൽ എഞ്ചിനീയർ വീട് കെട്ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയില്ല, എന്നാൽ അതേ എക്സ്പീരിയൻസ് ഉള്ള മേശിരിക്ക് അത് ക്ലിയർ ആക്കാൻ പറ്റും. ഇപ്പൊ ഈ ഡോക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ്, അവർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണെങ്കിലും അതുപോലെ ഇപ്പൊ അനാട്ടമിയൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നത്, അവർക്ക് ഭാവിയിൽ അവർ ഇതുപോലൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം, അതെന്താ പ്രാക്ടിക്കലി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടെ എത്ര തിയറി അപ്ലൈ ചെയ്തിരുന്നാലും അത് പ്രാക്ടിക്കലി ചെയ്തിരുന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഉപകാരപ്പെടൂ. ഇതെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷെ ബാക്കിയുള്ള നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പൊ മാത്സ്, സയൻസ്, ഫിസിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരും ആ ഒരു രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. പ്രോബ്ലവും സൊല്യൂഷനുമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇതിങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവലിൽ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരിക്കലും അഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് കാരണമാണ് ആരും തിരിച്ചറിയാത്ത. ചിലപ്പം ഒരുപാട് പ്രൊഫൈൽസ്, ഞാനൊരു കരിയർ കൺസൾട്ടൻറ്റും കൂടെ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രൊഫൈൽസ് ഞാൻ നോക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇന്നൊരു പ്രോബ്ലത്തിനനുസരിച്ചിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അപ് ടു ദ ആൻസർ പറയാനായിട്ട് മിസ്സായി പോകുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകത്തില്ല. എക്സ്പീരിയൻസ് അല്ല എഡ്യൂക്കേഷൻ. എക്സ്പീരിയൻസ് അല്ലാണ്ട് ഇത് ബുക്കിഷായിട്ട് പഠിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നാണ്. പക്ഷേ ഈ മനസ്സിലാക്കി വെക്കുന്ന കാര്യം റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരും പുറത്തോട്ട് പോവുകയാണ്. മെയിൻലി UK-ലും ജർമ്മനിയിലും കാനഡയിലൊക്കെ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യങ്ങളെ കൊണ്ടായിരിക്കും അവരൊക്കെ നാട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും വരുന്നില്ലല്ലോ. UK എന്ന് പറഞ്ഞ ഉച്ചക്കട പോലെയാണ്. അത്രയും മലയാളികളും ആൾക്കാരാണ് മെയിൻലി അവിടെ. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആൾക്കാർ നീന്നിറങ്ങിയ ബേസിക്കലി ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. അതെ, ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു കസിൻ ഇവിടുന്ന് പഠിക്കാൻ പോയ കൊച്ചാണ്. അവിടെ പോയിട്ട് അവര് UK-ലാണ്. UK പോയിട്ട് അവിടെ ഒരു ഗ്രോസറി ഷോപ്പ് ഓപ്പൺ ചെയ്തു സ്വന്തമായിട്ട്. അവിടെ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മൾ എത്ര ദിവസം ഇരുന്ന ഒരു രജിസ്ട്രേഷൻ ആവും. UAE-ൽ അറിയാമല്ലോ, UAE-ൽ എല്ലാം 1 മണിക്കൂറിൽ ചെയ്ത്. ഇവിടെ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോയ ഒരു ബാങ്കിൽ പോയി ഒരു ലോൺ ചോദിച്ചാൽ നമ്മൾ എന്തോ ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി ചോദിക്കും പോലെയാണ്. ഒരു മുദ്രാ ലോണിന് പോലും നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഇതില്ല. എത്രയോ ചെറുപ്പക്കാർക്ക് സ്വന്തമായിട്ട് ഓൺടർപ്രണർഷിപ്പ് ചെയ്യണം, എത്രയോ ഡ്രീമുള്ള ആൾക്കാരാണ്. എല്ലാവരും പുറകിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലത്തെ ഡാഷ് ആൾക്കാരാണ്. കാരണം നമ്മളൊരു പേപ്പറും കൊണ്ടുപോകുമ്പോൾ പ്രോജക്ട് റിപ്പോർട്ട് എവിടെ, ഇത് പൊളിയോ, ഇത് തുറക്കൂ, ഇതൊക്കെയാണ് ചോദിക്കും. നമ്മൾ ആദ്യമേ ഡീമോട്ടിവേറ്റ് ചെയ്യും. അത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. ഇപ്പം ഞാൻ ബാങ്കിന്റെ പേര് പറയില്ല, നമ്മൾ ബാങ്കിലോട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഈ സ്കീം ഞങ്ങളുടെ അവിടെ ഇല്ല. പക്ഷേ അവരെ സൈറ്റ് എടുത്ത് നോക്കി അതിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്തിരിക്കും, അപ്ലൈ ചെയ്യൂ, ഇതാണ് നിങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ലോൺ, 1 മണിക്കൂർ കൊണ്ട് കിട്ടും. എന്നിട്ട് അതിനേക്കാളും ഏറ്റവും വലിയ കോമഡിയാണ്, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടണം, അതല്ല പേഴ്സണൽ ലോൺ പോലും തരത്തില്ല. പറയുന്ന റീസണാണ് ജോലിയുണ്ടോ, സാലറീഡ് ആണോ, അപ്പൊ പിന്നെ എന്തിന് ഒന്നും തരൂല. ഇപ്പൊ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്നിട്ട് ലാസ്റ്റ് നമ്മളെ
നമ്മളിപ്പം എംപ്ലോയ്മെന്റിലല്ലല്ലോ, നമ്മൾ ഓണേഴ്സ് എന്നുള്ള രീതിയിലല്ലേ, നമ്മളിത് ഫേസ് ചെയ്തേ പറ്റുള്ള രീതിയിൽ അങ്ങനെ പോയി. പക്ഷെ ഇതുപോലെയല്ല മറ്റ് കൺട്രീസിൽ, അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇല്ല. അവരിതൊക്കെ പ്രൊമോട്ട് ചെയ്യാണ്. അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ അവർക്കാണ്, അവരുടെ എക്കണോമിക്കാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്വന്തം എക്കണോമി, ഇപ്പൊ ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിന്റെ എക്കണോമി മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നാളെ മെയിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, നമ്മളെ പോലെ കുറച്ച് ആൾക്കാർ വന്നാൽ തന്നെ എംപ്ലോയ്മെന്റ് കൊടുക്കാന്നുള്ളൂ. ഒരു ഇത് നമുക്കിപ്പോ ഇപ്പൊ ഒരു സൈപ്പർ IT ഇതുപോലെ ഒരു N നമ്പർ ഓഫ് കമ്പനീസ് വന്നാൽ എത്ര പേർക്ക് ജോലി കിട്ടും? ഇപ്പൊ ഞങ്ങളുടെ അവിടെ തന്നെ 10-12 ഒരു 15ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 15 പേർക്ക് ഞങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി. അപ്പൊ ഇതുപോലെ കുറച്ച് കമ്പനീസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പുതിയ ആൾക്കാർക്ക് നമുക്ക് ജോബ് ഓപ്പണിംഗ് കൊടുക്കാം. ഈ കൺട്രിക്ക് തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ തന്നെ ഏറ്റവും അത്രയും പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുന്ന രീതിയിൽ വരും. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുക്ക്ഡ് ആണ്. ഇത് പ്രൊഡക്റ്റീവാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരും ഹിഡൻ ആയിട്ട് ഇതാക്കുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഒളിച്ചു വയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള എന്ന് വെച്ചാൽ പറഞ്ഞു തരില്ല. ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെയാണ് പ്രൊസീജിയർ, എന്തൊക്കെയാണ് പ്രോസസ്സ്, എങ്ങനെ നമുക്ക് പോവാം, എന്ത് ചെയ്യാം, ഇതൊന്നും ആരും പറഞ്ഞു തരില്ല. ബാങ്കിലൊക്കെ ഞാനും ഗൂഗിളും ഒക്കെ എനിക്ക് തോന്നുന്ന കൊറോണ ടൈമിൽ, ആ ടൈമിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടപ്പെട്ട് കരയാറായവരെ നിന്നിട്ടുണ്ട്. പ്രമുഖ ബാങ്കാണ്. ഇപ്പൊ നമ്മൾ കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. കൊറോണ സമയത്ത് ഷട്ട് ഡൗൺ ചെയ്തവരുണ്ട്. ഒരുപാട് കമ്പനീസ് പേഴ്സൺ അല്ലെങ്കിൽ ഓൺടർപ്രണർ രീതിയിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കൊറോണ സമയത്ത്. പ്രോജക്ട്സ് എല്ലാം നമുക്ക് പൊതുവെ. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇതിപ്പോ എല്ലാവരും കാണുന്നതാണ്, ഇപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഒരിക്കലും ഒരു ഓൺടർപ്രണറിനെ അവരുടെ ഏജ് വെച്ച് ജഡ്ജ് ചെയ്യരുതെന്നാണ്. അവരുടെ സ്കില്ല് അവരപ്പോൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരുപാട് പേരുണ്ട്. അപ്പൊ 100-ൽ 10% പേരായിരിക്കും ഓൺടർപ്രണർഷിപ്പിന് വേണ്ടി ചിന്തിക്കുന്നതും റിസ്ക് എടുക്കുന്നതും സ്ട്രഗിൾ ചെയ്യുന്നതും ഫെയിൽ ആവുന്നതും സക്സസ് ആവുന്നതും അല്ല. അപ്പോൾ ഒരിക്കലും അവിടെ ഏജ് വെച്ച് ജഡ്ജ് ചെയ്യരുത്. അത് ബാങ്ക് മാത്രമല്ല, ഒരു സ്ഥാപനത്തിലുള്ളവരാണെങ്കിലും ഇനി ഇപ്പൊ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ക്ലയൻസ് ആണെങ്കിലും എല്ലാം ഏജ് ഒരു ഫാക്ടറായിട്ട് വെക്കുന്നുണ്ടല്ലേ. അപ്പൊ അത് അവോയ്ഡ് ചെയ്താൽ തന്നെ കുറച്ച് ആ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് വരും, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. ഏജ് വെച്ചുള്ള കുറെ ജഡ്ജ്മെന്റ് കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ്സുകാർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളിപ്പം എല്ലാവർക്കും ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഒരു യങ്സ്റ്റർ ആണ്, ചേട്ടന്റെ ഫ്രഷ് മൈൻഡ് ആണ്. അപ്പൊ അത്രയും നല്ലൊരു മൈൻഡ് ചേട്ടനുണ്ട്. പക്ഷെ ജോലി ചെയ്യാൻ ഓക്കെയാണ്. പക്ഷെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർ ഫ്രഷ് മൈൻഡ് ആണോ അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. അവരെല്ലാം ലൂസേഴ്സ് ആണ്, അവരെല്ലാം എന്താണ് ഗിവ് അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഗൂഗിൾ എന്ന് പറഞ്ഞ സ്ഥാപനം ഒന്നും കാണത്തില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പം ഇതൊന്നും ആരും കൺസിഡർ ചെയ്യത്തില്ല. എല്ലാവരും എന്താ കൺസിഡർ ചെയ്യുന്നത്? യങ്സ്റ്റർ ആണ്, അപ്പൊ അവൻ എന്ത് ചെയ്യും? ഫെയിലർ ആയി പോകും. ബിസിനസ് ചെയ്യുന്ന ആ യങ്സ്റ്റേഴ്സ് ഫെയിലിയർ ആണ് എന്ന രീതിയിലാണ്. പക്ഷെ നമ്മൾ തന്നെ എക്സാമ്പിൾ ആണ്. ഇതുപോലെ ഒരുപാട് പേരുണ്ട് എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് പ്ലേസ്മെന്റ്സ് റോൾസ് റോയ്സിൽ ഒരു വ്യക്തി എടുത്തിട്ടുണ്ട്, നല്ല CTCയിൽ. അതൊക്കെ യങ്സ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ബാക്കി ഒരു മിഡിൽ ഏജസ് ഓക്കെ അല്ല എന്നല്ല. അവര് ബിൽഡ് ചെയ്ത അതിനെക്കാട്ടിയും കുറച്ചുകൂടെ മേളിലാണ് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിരിക്കുന്നത്, പല കാര്യങ്ങളും ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കും. കാരണം ചേട്ടാ, ബിസിനസ് എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു എന്താണ്, നമുക്ക് മണി മേക്കിംഗ് ഉള്ള മൈൻഡ് മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. എന്ന് വെച്ചാൽ ചെയ്യുന്ന ആൾക്കാർക്കല്ല, ഇതുവരെ കാണുന്ന ബാങ്കുകാർക്കോ അല്ല. അവർക്ക് മണി, അവരുടെ അക്കൗണ്ടിൽ കാശ് വരണം, ട്രാൻസാക്ഷൻ തുടങ്ങണം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒരു ബിസിനസ്സിനെ കോപ്പി ചെയ്തിട്ട് അടുത്തൊരു ബിസിനസ് ഇറക്കുന്നത്. അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ആരും തയ്യാറാവാത്ത അതുകൊണ്ടാണ്. കാരണം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണം. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വിലയില്ല. കാരണം അക്കൗണ്ടിൽ മിനിമം ഇത്ര ട്രാൻസാക്ഷൻ നടന്നിരിക്കണം. അപ്പം നമുക്കിപ്പോ ഈ എന്താ പറയാനായിട്ട് ഒരു മാസം ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടന്നു, അടുത്ത മാസം ചിലപ്പോൾ ഇതേ 10 ലക്ഷം നടക്കണമെന്നില്ല, ചിലപ്പോൾ 5 ലക്ഷം ആയിരിക്കും, അടുത്ത മാസം ചിലപ്പോൾ 2 ലക്ഷം ആയിരിക്കും. അപ്പൊ ഇത് അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല. നമ്മളിപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് മണി വന്നുകൊണ്ടിരിക്കും. അവർ വിചാരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മണി ട്രേഡ് ചെയ്യുന്ന പോലെ മണി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരാളുടെ പാഷൻ, അവരിടുന്ന എഫേർട്ട്. ബിസിനസ്സുകാരന് ഉറങ്ങാൻ പറ്റില്ല, 24/7 വർക്ക് ചെയ്യണം. 24/7 ഇപ്പൊ ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ ഒരു നേരമായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിയാനേ പറ്റത്തില്ല, വീട്ടുകാരെ നോക്കാൻ പറ്റത്തില്ല. എല്ലാം മൊത്തത്തിൽ ഡെഡിക്കേറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ പാഷൻസിനും അവരുടെ സമയത്തിനും കൂടെ വാല്യൂ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പം ഒരു ഈഗോ ക്ലാഷ് തോന്നത്തില്ല അവർക്ക്. അല്ലെങ്കിൽ പേഴ്സണലി അവർക്കൊരു ഈഗോ വരും, ഞാൻ എൻ്റെ ഈ ഒരു ഏജ് ആയതുകൊണ്ടാണ് എന്നെ അങ്ങനെ ഇവർ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ട്രാൻസ്ഫർ ആവും. ഇല്ല ട്രോമ പോലെ അടുത്ത ഇപ്പം ഞാൻ വേറൊരാളെ കാണുമ്പോഴത്തേക്കും ഏജ് ആണെങ്കിൽ അവരെൻ്റെ അടുത്ത് കാണിച്ചാൽ അതേ ട്രോമ ട്രാൻസ്ഫർ. പക്ഷെ ഞാൻ റെഡിയല്ല അങ്ങനെ ചെയ്യാനായിട്ട്. എനിക്കറിയാം ആ സമയത്ത് ഞാൻ എത്രമാത്രം പ്രഷർ അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ ചേട്ടൻ ഒരു ഐഡിയ ഉള്ള ആളാണ്. ചേട്ടൻ ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്ത് വരുവാണ്. ഈ സ്ക്രാച്ച് ബിൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കാണും. ഈ ഡിമോട്ടിവേഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെല്ലാവരും പുറത്തു പോകുന്നത്. അവിടെ ഒരു ഫ്രീഡം ഓഫ് ലൈഫ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ പോലെ റെസ്ട്രിക്ഷൻസ്, രാത്രി പോകാൻ പാടില്ല, രാത്രി പോയാൽ മോശമാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. ഈ ഫ്രീഡമാണ് അവർ എൻജോയ് ചെയ്ത്, അവർ ലൈഫ് എൻജോയ് ചെയ്ത് അവർ ബിസിനസ് ആക്കിയോ, അവരെ ഹയർ സ്റ്റഡീസിലാക്കിയോ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് അവർ നന്നായിട്ട് പോകുന്നുണ്ട്. അതാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പുറത്തു പോയി പഠിക്കാനുള്ള കാരണം. ഇപ്പം പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോഴും പറഞ്ഞു, ഇവിടെ ഒരുപാട് പേരൊക്കെ ജോബ് നഷ്ടപ്പെട്ട് നാട്ടിലോട്ട് വരുവാണ്.
അപ്പൊ അവിടെ ഇഷ്യൂസ് ഒത്തിരി ഉണ്ട്. പണ്ടത്തെ പോലെ പെട്ടെന്ന് ഇവിടെ നിന്ന് കയറിപ്പോയി പഠിച്ച് അവിടെ ജോലി സെറ്റ് ആവാൻ പറ്റുന്നില്ല. നേരത്തെ നിങ്ങൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് AI കുറിച്ചുള്ള ഒരു സിലബസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തില്ലായിരുന്നു? ഇപ്പൊ എൻ്റെ എന്നല്ല, കുറച്ച് ആൾക്കാരുടെ ഒക്കെ ഡൗട്ടാണ്, AI വരുന്നതോടുകൂടി ആൾക്കാരുടെ എല്ലാം ജോബ് റീപ്ലേസ് ആവുമോ, AI വഴി ജോബ് AI തന്നെ ചെയ്യുമോ, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അറിയാം, നമ്മളും ഡെയിലി ഒരുപാട് അങ്ങനത്തെ കേൾക്കുന്നുണ്ട്. ചേട്ടാ, ശരിക്കും AI വന്നതുകൊണ്ട് ഒരിക്കലും ആരുടെയും ജോബൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് കമ്പ്യൂട്ടർ വന്നല്ലോ. അപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോൾ എന്താ, നമ്മുടെ ഇവിടെ പൊതുവെ എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ജോലി പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവോയ്ഡാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇല്ലാതെ നമ്മുടെ ഒരു ജോലി നടക്കത്തില്ല, അല്ലെ? ആ ഒരു ലെവലിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെയാണ് AI ചെയ്യാൻ പോകുന്നത്. അപ്പൊ AI നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും AI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിലാണെങ്കിലും നമ്മൾ കാണുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലായിടത്തും. ഇപ്പം പണ്ടത്തെ പോലെ അല്ല, പഠിക്കുന്നതിന് നമുക്കൊരു ടീച്ചറിന്റെ സഹായത്തിനേക്കാളും കൂടുതൽ ഹെൽപ്പ് വരുന്നത് ഇപ്പോൾ AI ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ടീച്ചറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നില്ല. അതായത് AI അപ്ഡേറ്റ് ആയിരിക്കുക, AIയുടെ സാധ്യതകളെ കുറിച്ച് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ പൂർണ്ണമായും അറിഞ്ഞിരിക്കുക നമ്മളെ ജോലിയായിട്ട്. ഇപ്പോൾ ഒരു ഇടയ്ക്കൊരു പ്രശ്നം കൊണ്ട് ഒരു പെൺകുട്ടി ഒരു ഫോട്ടോ കൊടുത്ത്, ആ ഫോട്ടോയിൽ അവള് നോർമൽ ഒരു ഡ്രസ്സ് ഇട്ട ഒരു ഫോട്ടോ ആണ് കൊടുത്തത്. പക്ഷെ ആ ഫോട്ടോ വന്നപ്പോഴേക്കും ആ മറുക ആ ഡ്രസ്സിനകത്തുള്ള മറുക വന്ന് ആ ഫോട്ടോ. അപ്പം ചേട്ടാ, അത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും AI അങ്ങനെ ചെയ്യില്ല. കാരണം AI മനുഷ്യനല്ലല്ലോ അങ്ങനെ പോയി ഓപ്പൺ ചെയ്ത് നോക്കാൻ. AI ചെയ്യുന്നതെന്ന് വെച്ചാൽ തരുന്ന ഇപ്പോൾ ഒരു ഇമേജ് തന്നു കഴിഞ്ഞാൽ അത് ആദ്യം ഒരു മെട്രിക്സ് രൂപത്തിലാക്കിയിട്ട് അതിനകത്ത് എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് ആ പ്രോസസ്സാണ് അത് ചെയ്യുന്നത്. അതൊരിക്കലും അതിനകത്ത് പോയിട്ട് അത് എടുക്കുന്നില്ല. ആ കുട്ടിയുടെ വേറെ ഇന്റേണൽ ഡേറ്റ ഒന്നും അതിനെടുക്കാൻ കഴിയില്ല. അക്കോർഡിംഗ് ടു മീ, എനിക്ക് എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് അത്രയാണ് പറയാൻ കഴിയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ഇമേജ് കൊടുക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് പിക്സൽസ് ആയിട്ട് മാറ്റിയിട്ട്, എന്ന് വെച്ചാൽ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പിക്സൽസ് എന്ന് പറയും. ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് പിക്സൽസ് ആയിട്ട് മാറ്റിയിട്ട് ആ പിക്സൽസിനെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്ത് പഠിക്കുന്നത്. ഒരിക്കലും ആ ഇമേജിലുള്ള പെൺകുട്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തിനെയോ അല്ല മനസ്സിലാക്കുന്നത്, അതിനകത്തുള്ള ഡേറ്റ, ആ പിക്സൽസ്, ഓരോരോ പിക്സൽസ് ആയിട്ട് ആ പിക്സൽസ് എടുത്തിട്ടാണ് പഠിക്കുന്നത്. മേ ബി ഈ കുട്ടി നേരത്തെ കൊടുത്ത ഫോട്ടോയിൽ എവിടെയെങ്കിലും ഈ മാർക്ക് കണ്ട ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മെമ്മറി അതിനുണ്ടായിരുന്നു, അത് റീകളക്ട് ചെയ്തായിരിക്കാം അത് അങ്ങനെ തന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം, എനിക്ക് തോന്നുന്നത്. അതെ, എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അങ്ങനെ കൊടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരെന്തിനാണ് അഗെയിൻസ്റ്റ് കേസ് പോയത്? അല്ല, അത് അവർക്ക് നോളജ് ഇല്ലായിരുന്നായിരിക്കാം. മേ ബി അതുകൊണ്ടായിരിക്കൂലേ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഒന്നും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല. ഒരുപാട് ഡേറ്റ കൊണ്ട് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഡേറ്റ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണമെന്നോ അത് ബിൽഡ് അല്ല, അതൊരിക്കലും ഇപ്പം ജെമിനി, ChatGPT ഇവർക്കെല്ലാം അവരൊരു എത്തിക്സ് ഉണ്ട്. ഇപ്പൊ ജനറേറ്റ് AI അവരൊരു എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ബേസ് ചെയ്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ല, ഒരിക്കലും അല്ല. മേ ബി ഡേറ്റ എടുക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചറിനെയോ അങ്ങനെയൊന്നും ഇപ്പൊ പറഞ്ഞ പോലെ അത് മോർഫിംഗ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചാൽ അങ്ങനെയൊന്നും അല്ല. അങ്ങനത്തെ കൺസെപ്റ്റ്. ചേട്ടൻ ഒരു സോങ് ലിസൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ അത് ഒളിഞ്ഞു കേട്ട അതിനും ഡേറ്റ പ്രൈവസിയാണ്. ദാറ്റ്സ് യുവർ പേഴ്സണൽ തിങ്. ഇത് AI ചെയ്യുന്നുണ്ട്. ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചേട്ടൻ ഇപ്പൊ ഒരു ഷൂവിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു ഫോണിന്റെ കാര്യം പറഞ്ഞ 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ആഡ് കാണാൻ പറ്റില്ലേ? അത് അവർ ബിസിനസ്, നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ആപ്പിൽ കയറുന്നത്. അപ്പൊ ബിസിനസിന് വേണ്ടി ഡേറ്റ കൊണ്ടുപോകും. എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് ബഫർ മെമ്മറി സ്റ്റോർ ചെയ്തിട്ടാണ് നെറ്റില്ലാത്ത സമയത്ത് നമുക്ക് പുഷ് ചെയ്ത് തരുന്നത്, നെറ്റ് ഓൺ ആവും. ഓക്കെ, അതുപോലെ ഇപ്പൊ AI എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന പ്രോംപ്റ്റിനല്ലേ റെസ്പോൺസ് വരുന്നത്. അല്ലെ തന്നെ നമ്മള് ChatGPTക്കകത്ത് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അവര് ഈ മെമ്മറി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോമൺ ഓഡിയത്തിലിരുന്ന് ഇപ്പൊ ഇത് സംസാരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഇനി കൂടുതൽ പോഡ്കാസ്റ്റ് വീഡിയോസ് ആയിരിക്കും കൂടുതലും വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാണ്ട് നമ്മളൊരു സാധനം റെക്കോർഡ് ചെയ്ത് മറ്റൊരാൾ എത്തിക്കുന്നത് പ്രൈവസി ഇഷ്യൂ ആണ്. നമ്മൾ അറിയാതെ എത്തിക്കുന്നത് പ്രൈവസി ഇഷ്യൂ ആണ്. പക്ഷെ ആ കുട്ടി അറിഞ്ഞുകൊണ്ട് അവരുടെ ഫോട്ടോ കൊടുത്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്. ഈ സംഭവം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതെ, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഈ രാഹുൽ സംസാരിക്കുമ്പോൾ മൈ നോളജ് എനിക്ക് എത്രത്തോളം സെക്യൂർഡ് ആണെന്ന് അറിഞ്ഞുകൂടാ. അല്ല, ഡേറ്റ അവരെ ഇമേജ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർ ഇമേജ് അവിടെ കൊടുത്തു, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അതിനകത്ത് പോയി ചെയ്തില്ല ആ കാര്യം. അതൊരിക്കലും അവരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും AI എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
അതാണ് ഞാൻ പറഞ്ഞത്. അതെടുക്കുന്നില്ല, പക്ഷേ ഈ ഡേറ്റ ഏത് രീതിയിലാണോ വയലേറ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ അത്രയും സെക്യൂർ അല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അപ്പൊ അവര് തന്നെയല്ലേ എന്റെ കുറ്റക്കാരിയാവുന്നത്. അവരുടെ ഓക്കെ ഓൾറെഡി പറയുന്നുണ്ട്, ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫോട്ടോ കൊടുത്തിട്ട് അങ്ങനെ. ജെമിനി ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് തന്നെ അവരുടെ പല മോഡൽസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മിക്ക ട്രെൻഡ് കണ്ടിട്ടുണ്ട്, ഇമേജ് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. പോയ ഇമേജുകളെ റീസ്റ്റോർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രിലിമിനറി ഫേസ് ആയിരിക്കാം ഈ പറഞ്ഞ ഇമേജിനെ എൻഹാൻസ് ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിൽ മാറ്റി തരുന്നത്. ഒരു കാര്യമുണ്ട് പോലെ ചേട്ടാ, ഈ AI വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഡേറ്റ വേണം. പ്രത്യേകിച്ച് ഇതെല്ലാം ഒരു ഡീപ്പ് ലേണിംഗ് ആണ്. അപ്പൊ എത്രത്തോളം ഡേറ്റ കൊടുക്കും അത്രയും ബെറ്റർ ആയിട്ട് പ്രൊട്ടക്ഷൻ എല്ലാരും ഒബൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡേറ്റ വയലേറ്റ് പെടാം AI കൊണ്ട്. അത് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അത് നമ്മുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ഇമേജ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ നമ്മൾ കൊടുത്തിട്ട് അതിന് നമ്മൾ രസത്തിലുള്ള ഫോട്ടോയും ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതൊരു കുറ്റമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അവരുടെ അണ്ടറിൽ വരുന്ന പ്രശ്നം. ബേസിക് എയുടെ ഒരു മേജർ പ്രോബ്ലം ഇതാണ്. അല്ലാണ്ട് AI ഉദ്ദേശിക്കുമ്പോൾ അത്രയും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ പിന്നെ ഡീപ് ഫേക്ക്, ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ഏരിയ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ അതേ മുഖം വെച്ചിട്ട് വന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് ഫ്രണ്ടിന്റെ അടുത്ത് പോവുക, പൈസ മേടിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നതൊക്കെ പ്രോബ്ലംസ് ആണ്. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടുവേണം, റീൽസിലൊക്കെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ മറ്റേ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് ഫേസ് സ്വാപ്പ് ചെയ്തിട്ടുള്ള. ഇപ്പം ചേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ചേട്ടനെ അറിയാം, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് സെൻസും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും. എങ്ങനെ വേണം മിസ്യൂസ് ചെയ്യാം. ഈവൻ നാച്ചുറൽ ആക്ടേഴ്സിന്റെ ആവശ്യം പോലും ഇല്ല ഒരു സീൻസ് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ആൾക്കാർ എങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാം. ഇപ്പൊ AI വെച്ച് നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നടക്കണ കാര്യമില്ല. ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അതിനകത്ത് വെച്ചപ്പോൾ ഒരു പ്ലേറ്റ് ഉണ്ടാക്കി ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വീഡിയോയിലോട്ട് വരുമ്പോൾ പിന്നെ നമ്മളിപ്പം മിക്ക കണ്ണ് ഇങ്ങോട്ട് പിന്നെ ലിപ്സിംഗിന്റെ ഇഷ്യൂ, ഒരുപാട് പ്രശ്നങ്ങൾ വരും. പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ ഇല്ലാണ്ട് വർക്ക് ചെയ്യാത്ത ഒരു സാധനമാണ്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ചെടി വളരണമെങ്കിൽ വെള്ളം കൊടുക്കുന്നത് പോലെ AI ഡേറ്റ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. ഡേറ്റ അബണ്ടൻസ് ആണ് വേണ്ടത്. കാരണം ഇതാണ് ചേട്ടാ, ഇപ്പൊ കോളേജ് പ്രൊജക്ട്സ് നമ്മളവിടെ വരാറുണ്ട് അക്കാഡമിയിൽ. അപ്പൊ അവിടെ ഇതേപോലത്തെ ചോദ്യങ്ങളാണ് വരുന്നത്. എന്ന് വെച്ചാൽ അവരൊരു 50-100 ഇമേജ് അല്ലെങ്കിൽ 500-2000 ഇമേജസിനായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് അവർക്ക് വേണ്ട റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയാണോ ChatGPT റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെ വേണം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ റെസ്പോൺസ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണം, GPUs വേണം, അത്രയും ഡേറ്റ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്കം അവർ പറയുന്ന രീതിയിൽ നമുക്ക് ആക്യുറസി ആ സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഈ പറയുന്ന വർക്കില്ലേ, ജനറൽ AI ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പം അങ്ങനത്തെ വർക്കിംഗ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ മുടക്കണം. അത്രയും ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, അത്രയും ഡേറ്റ, അത്രയും ജനറലൈസ് ചെയ്ത് വർക്ക് ചെയ്യും. ഇപ്പൊ നമുക്കിപ്പോ ChatGPT നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ജെമിനി യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡീപ് സീക്ക് ഉണ്ട്, ഗ്രോക്ക് ഉണ്ട്, ഒരുപാട് ഇതുപോലെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് തരുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഫോറിൻ കൺട്രി ഡെവലപ്പ് ചെയ്തതാണ്. ആസ് പെർ ഇന്ത്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ത്യയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് അതിന്റെ ബോർഡൊക്കെ മേടിച്ചിട്ട് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല. US റെഗുലേഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഡീപ് സീക്ക് ചൈനയിൽ ഉണ്ടാക്കിയതാണ്. അവര് പോലും അതിനേക്കാൾ കുറഞ്ഞൊരു ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെർഫോമൻസ് ഇഷ്യൂ വരുന്നത്. എന്നാൽ ChatGPT നല്ല പെർഫോം ഉള്ള സംഭവമാണ്. അത് റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും ഈ പറഞ്ഞ ഡേറ്റ ആക്ടുകളും ഒരുപാടുണ്ട്. ഗ്ലോബൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രശ്നമുള്ള ChatGPT ആണെങ്കിലും നോർമൽ ഇപ്പൊ ഇതുപോലെ ഉണ്ടാക്കുന്ന ജനറേറ്റ് AI മോഡൽസിനുള്ള പ്രശ്നം ഈ ഒരു തരം എന്ന് വെച്ചാൽ ഫെയർനെസ് ഇഷ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനെ. എന്ന് വെച്ചാൽ ഒരു കറുത്തിട്ടുള്ള ഒരാളും വെളുത്തിട്ടുള്ള ഒരാളും ഇമേജ് കൊടുത്തിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞാൽ അതേപോലെ സെറ്റാക്കണമെന്നില്ല. അവര് ആ ഒരു വെളുത്ത കണ്ടീഷനിൽ തന്നെ ചെയ്യും, ഫെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെ ചെയ്യും. അതൊരു ആൾക്കാർക്കിടയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കും, ഒരു റേസിസം പോലെ ഒരു ഇതുണ്ടാക്കും. അപ്പം അതൊക്കെ AI ഒരു പ്രോബ്ലമാണ്. കാരണം അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡേറ്റയാണ് AI പഠിക്കുന്നത്. അപ്പം നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിരുന്നാൽ മാത്രമേ അതിനും മനസ്സിലാവാൻ പറ്റും. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നമ്മൾ തിങ്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അതൊരു സോഫ്റ്റ്വെയർ ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റൂൾ. അപ്പം അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് വെച്ച് അത് കമ്പ്യൂട്ട് ചെയ്യും. പക്ഷെ അതെപ്പം മിസ്യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ പോവുകയാണെങ്കിൽ അത് മിസ്യൂസ് ആയിട്ട് മാറും. നമ്മളെ തോട്ട് പ്രോസസ്സിന് മുകളിൽ അത് ചിന്തിച്ച് അത് സ്വന്തമായ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ആകും. നമ്മൾ കുറച്ചു നേരം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ,
അപ്പോൾ ഇത് കേൾക്കണവർ കുറച്ച് ബോറിംഗ് ആയി കാണും. നമുക്കൊരു ചെറിയ ഗെയിം പിടിച്ചാലോ? ഓക്കെ. നമ്മളെ ഗെയിം തുടങ്ങാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതിനകത്തൊരു ലോട്ടുണ്ട്. ആ ലോട്ട് എടുക്കണം. അതിനകത്ത് ട്രൂ ഉണ്ട്, ടാസ്കും ഉണ്ട്. ട്രൂ ആണെങ്കിൽ നിങ്ങൾ സത്യം മാത്രം പറയണം. ഓക്കെ. ഓക്കെ. ടാസ്ക് വന്നാൽ ടാസ്ക് ചെയ്യണം. ഓക്കെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. എടുത്തോടാ. ഓക്കെ. ട്രൂ ആണ് കിട്ടിയിരിക്കുന്നത്. ട്രൂ ആണ് കിട്ടിയത്. അവിടെ ട്രൂ ആണ്. അപ്പോൾ രാഹുലേ, ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് രാഹുലിന് ഏറ്റവും വിയേർഡായിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അത് ഓൾറെഡി നമ്മളെ അടുത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴേ ഈ CTCയും കാര്യങ്ങളൊക്കെ സംസാരിക്കും ആദ്യമേ. പക്ഷേ എല്ലാ റൗണ്ടിന് ശേഷം ഫൈനലി ഇവർ വീണ്ടും നമ്മുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എക്സ്പെക്റ്റഡ് CTC എത്രയാണ്? നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്, എന്നാലും വീണ്ടും ചോദിക്കും. അത് വിയേർഡാണെന്ന് വെച്ചാൽ പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് ആൻസർ ചെയ്യാൻ. പിന്നെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമിലും നമ്മളും പ്രഷറാണല്ലോ, നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ ആൻസർ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കൂടി കുറഞ്ഞു പോകും, അങ്ങനത്തെ ഒരു രീതിയിൽ. അത് എനിക്കപ്പോൾ വിയേർഡായിട്ട് തോന്നി. ഇപ്പം അങ്ങനെ കൂടുതൽ ചോദിച്ചാൽ പ്രശ്നമാവോ എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ പറയുള്ളൂ. അല്ലാതെ കിട്ടി അങ്ങനെ അല്ലാതെ മോശപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗൂഗിളെ, ഇപ്പോൾ ഗൂഗിളിൻ്റെ കുട്ടിക്കാലത്ത് ഗൂഗിളിനൊരു ഡ്രീം ജോബ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പം നമ്മളെ കുട്ടിക്കാലത്തായാലും ഇപ്പോൾ ചിലർ എഞ്ചിനീയർ ആവണമെന്നും ചിലർ ഡോക്ടർ ആവണമെന്നും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്രീം ജോബ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഗൂഗിൾ ആ ഡ്രീം ജോബിലാണ് നിൽക്കുന്നത്. ജോബായിട്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോക്കി ഒരു പാഷൻ ആയിരുന്നു. അത് ഗെയിം ഡെവലപ്പ് ചെയ്തു, സ്റ്റേറ്റ് വരെ പോയി. പക്ഷേ പിന്നെ നമുക്ക് +2 ശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം അതും അന്ന് പ്രഷറായിരുന്നു. കാരണം വീട്ടിൽ അറിയാമല്ലോ, ഫാമിലി അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ട് ഒരു ജോബിന് പകരമായിട്ട് ചെയ്യുന്നത് ഓണ്ടർപ്രണർഷിപ്പാണ്. അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകും. ഇപ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തും ഇന്ത്യയിൽ മാത്രം അറിയപ്പെടുന്ന സൈപ്പൈ ഒരു 5 ഗ്ലോബൽ കൺട്രീസിലോട്ട് എക്സ്പാൻഡഡ് ആയി മാക്സിമം ബിസിനസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതെൻ്റെ ഡ്രീമാണ്. സൂപ്പർ. നമുക്ക് ഇനി ഓരോന്ന് എടുക്കാം. ഓക്കെ, എടുത്തോ. അടിയിൽ കേൾക്കാം. ട്രൂ ആണ് വന്നിരിക്കുന്നത്. വീണ്ടും ട്രൂ ആണ്. ടാസ്ക് ദൈവമുണ്ട്. അപ്പോൾ രാഹുലിന് ഇപ്പോഴും ട്രൂ ആണ് കിട്ടിയത്. അപ്പം അടുത്തൊരു ട്രൂ ക്വസ്റ്റ്യൻ. രാഹുൽ കേട്ടിട്ടുള്ള ഏറ്റവും റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു ജോബ് റിജക്ഷൻ റീസൺ എന്താണ്? ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള റീസണാണ്. ഇപ്പം ഞാൻ ആദ്യം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ജോബിൽ അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പം BTech ആയത് കാരണം കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ടെക്നോളജിയിലാണ് ഞാൻ എന്ന് വെച്ചാൽ ടെക്നോളജി ബേസ് ചെയ്തിട്ട് തന്നെ പുറത്തെ കമ്പനീസിൽ, ഇവിടെ അല്ല കേട്ടോ, പുറത്തെ കമ്പനീസിൽ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഫ്രഷർ എന്ന് പറഞ്ഞാൽ മിനിമം 3 വർഷം എക്സ്പീരിയൻസ്, 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് എടുക്കുന്നത്. ഗൂഗിളെ, നമ്മളെ ടാസ്ക് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ക്രിയേറ്റ് എ സ്റ്റാർട്ടപ്പ് ഐഡിയ വിത്ത് കോക്കനട്ട്. നമ്മൾ കോക്കനട്ടിന്റെ എല്ലാ പാർട്ടും നമുക്ക് ഉപയോഗിക്കാം. ബേസിക്കലി വേണമെങ്കിൽ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് യൂട്ടൻസിൽസ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതിപ്പോൾ കുടുംബശ്രീക്കായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. അതുപോലെ ബയോഡിഗ്രേഡബിളും ആണ്. ഒരിക്കലും വേസ്റ്റ് ആവത്തുമില്ല, പെട്ടെന്ന് പൊട്ടി പോകത്തുമില്ല, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഐഡിയ ഇല്ലേ? അപ്പോൾ രാവിലെ 2 ട്രൂ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് ഇരിക്കില്ല. അപ്പോൾ ഒരു ടാസ്ക് ചെയ്താലോ? ഓക്കെ. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ നോർമലി ഈ ചൊറിയുള്ള മാമന്മാരെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവരിങ്ങനെ നമ്മൾക്ക് ജോലി ആയില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കില്ലേ? ഈ സെയിം കാര്യം നമ്മളെ ഗൂഗിള് രാഹുലിനോട് ചോദിക്കും, ഒരു അമ്മാവനായിട്ട്. അപ്പോൾ ഈ അമ്മാവനായിട്ട് ചോദിക്കണ ഗൂഗിളിൻ്റെ അടുത്ത് രാഹുലിന് ഒരു അമ്മാവൻ്റെ അടുത്ത് എങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ പറ്റും? നിനക്ക് എന്താണ് നിനക്ക് എങ്ങനെ തോന്നുന്നു അതാണ് റിയാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെന്ത് രാഹുലി, നീ ഇപ്പഴും കാള കളിച്ച് കിടക്കുകയാണ്, നിനക്ക് ജോലിയൊന്നും ആയില്ലേ? നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്കൊരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ എന്തായിത്തീരും, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മളിനി എവിടെ സ്റ്റക്കായി പോവും, ഞാൻ +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, ഇനി എങ്ങോട്ട് പോകണം, എനിക്കൊരു ഭാവി കണ്ടെത്താൻ പറ്റുമോ, ഈ ഒരു സാധനങ്ങളുണ്ടാവും എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും +2 അല്ല, ഇപ്പോൾ +2 ഇപ്പം നമ്മൾ ബയോളജി സയൻസ് എടുക്കുന്ന തൊട്ട്, നമ്മൾ ഒരു സബ്ജക്റ്റ് എടുക്കുന്ന തൊട്ട് അങ്ങോട്ടെല്ലാം നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർ കാണിച്ചു തരുന്നവർ, ഇതൊക്കെയാണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൂപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും. പിന്നെ നമുക്കൊരു റിയലൈസേഷൻ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്ന ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴാണ് റയർലി റിയലൈസേഷൻ ഉണ്ടാകുന്നത്.
അപ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചതൊന്നും ആയിരിക്കില്ല. ഇപ്പം എനിക്ക് തന്നെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജോബിന് പോയി, എനിക്ക് ഒത്തിരി ഇൻ്റർവ്യൂസും കാര്യങ്ങളും പുള്ളിക്ക് ഒത്തിരി കിട്ടിയാണ്, വീട്ടുകാരെ നല്ല സാലറിയിലെല്ലാം കിട്ടിയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തിരിച്ചറിയുക, നമ്മൾ എന്താണ്, നമുക്ക് എങ്ങനെയാണ് വേണ്ടത്, നമുക്ക് എവിടെയാണ് സാറ്റിസ്ഫാക്ഷൻ. മണി മാത്രമല്ല, മണി ക്യാൻ ബൈ എനിത്തിങ്, പക്ഷേ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം സെൽഫായിട്ട്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ സെൻസ് നമുക്ക് മനസ്സിലാവണം നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും ബെറ്റർ എന്നുള്ളത്. ആ ഒരു രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്പൺ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാനാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്. നമ്പർ ഓഫ് കോഴ്സസ് പഠിക്കുന്നത്, നമ്പർ ഓഫ് ജോബ്സ് ട്രൈ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഒരാൾ ഒരു ജോലിക്ക് പോയിട്ട് ഒരു വർഷം നിന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, അടുത്തടുത്ത് പോകും. അപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്ന സാലറി ഇഷ്യൂ പറയാറുണ്ട്. ചിലർക്ക് അവിടെ സത്യം പറഞ്ഞാൽ സാലറി ഇപ്പോൾ കുറവാണെങ്കിലും നമുക്ക് സന്തോഷം കൂടുതലാണെങ്കിൽ നമ്മൾ അത് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ട്രൈ ടു ഡു സംതിങ് ദാറ്റ് വെരി ഹാപ്പി ഫോർ യുവർ ലൈഫ്. അതാണ് ബേസിക് കൺസെപ്റ്റ്. ഇപ്പൊ എല്ലാവരും മറ്റുള്ളവരെ കണ്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് ഒരിക്കലും ചേട്ടൻ പറഞ്ഞ കുറ്റം പറയാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ +2 മുതൽ കേൾക്കുന്നതാണ്. അപ്പം നമ്മൾ അവരെക്കാളും ബെറ്റർ ആവണം എന്നെക്കാളും നമ്മളെങ്ങനെ ബെറ്റർ ആവും, ഹൗ വി ബിക്കം ബെറ്റർ. നമുക്ക് എങ്ങനെ ബെറ്റർ ആവാനുള്ളൊരു തോട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. ഇപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്നൊരു സാധനം കൊടുക്കും. അപ്പോൾ ആ സമയത്താണ് പല ആൾക്കാരും പറയുന്നത് അവന് കുക്ക് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം, ആ ഇൻട്രസ്റ്റിലാണ് നിന്ന്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുള്ളി ഈ ബിടെക് അല്ലായിരുന്നു പുള്ളിയുടെ ശരിക്കുള്ളത്. അപ്പോൾ വേറൊരു രീതിയിൽ പോയിരുന്നെങ്കിൽ അതിലായിരിക്കും കുറച്ചുകൂടെ മികവ് വരുന്നത്. ചില ആൾക്കാർക്ക് ഡ്രോയിങ്ങിലായിരിക്കും, ചില ആൾക്കാർക്ക് മോഡലിംഗ്, ആക്ടിങ്, അപ്പം ഡിഫറെൻറ്റ്. എല്ലാവരും പല കാരണങ്ങളാൽ. എന്നാൽ ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില ഫോഴ്സസ് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില രീതിയിൽ നമ്മൾ എന്താണ് ജോബാണ് പ്രൈമറി കൺസേൺ എന്ന്. എന്നിട്ടും ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് പോവാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മൂവ് ചെയ്യാം. അതായത് ആ കോമൺ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ പരിപാടി നിറവാകും. അതെ. അപ്പം നിങ്ങളെല്ലാവരും ഇത് കേട്ടല്ലോ. അപ്പം നിങ്ങളുടെ എക്സിറ്റ് പോയിന്റ് നിങ്ങളെല്ലാം തീരുമാനിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പോൾ ഹാങ്കറിങ് എപ്പിറ്റേറ്റിൻ്റെ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. ടാറ്റ, ബൈ ബൈ, സീ യു.